Hi, I am Dr. Nazareth Solomon, consultant in the Department of Urology, KIMS Health Trivandrum, concentrated towards uro-oncology and robotic surgery. പൊതുവെ റോബോട്ടിക് സർജറി പറഞ്ഞതും പേഷ്യൻസ് ചോദിക്കുന്നതാണ്, ഡോക്ടറെ റോബോട്ടാണോ സർജറി ചെയ്യുന്നത്? ആക്ച്വലി അങ്ങനെയല്ല. റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാസ്റ്റർ സ്ലേവ് സിസ്റ്റം. അങ്ങനെ പറഞ്ഞാൽ ഒരു മാസ്റ്ററാണ് ആ സർജൻ. റോബോട്ടിന് പറയുന്നത് സ്ലേവ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ആ സർജൻ ചെയ്യുന്ന ഒவ்வொരു മൂവ്മെന്റ്സെയും റോബോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അബ്ഡമന്റെ അകത്തും അങ്ങനെ വയ്ക്കും. സോ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് വെച്ച്, ഒരു പെന്നിന്റെ സൈസിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അബ്ഡമന്റെ അകത്ത് പോയിട്ട് നമുക്ക് എത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈസി ആയിട്ട് ക്യാമറ കൊണ്ടുപോയിട്ട് ചെറിയ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് പ്രിസൈസ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറിന്നുള്ളത് കാർഡിയോതൊറാസിക് സർജറിന് വേണ്ടിയാണ് ആദ്യം മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്നത്. ബട്ട് ഈ ലോകത്തില് ഏറ്റവും റോബോട്ടിക് സർജറി യൂസ് ആയിരിക്കുന്നത് യൂറോളജിയിലാണ്. ബിക്കോസ് യൂറോളജിയിലാണ് ഈ ബോണി പെൽവിസ്, നമ്മുടെ എല്ലിന്റെ അകത്തിരിക്കുന്ന ഓർഗൻസ്, അങ്ങനെ പറഞ്ഞാൽ ബ്ലാഡർ ആണ്, പിന്നെ പ്രോസ്റ്റേറ്റ്, ഇതിലുള്ള ക്യാൻസേഴ്സിനൊക്കെ ഏറ്റവും മൈന്യൂട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ റോബോട്ടിക് സർജറി ലോകത്തിൽ ഇപ്പോൾ മാക്സിമം യൂസ് ചെയ്യുന്നത്. ഈ റോബോട്ടിക് സർജറിയിൽ ഉള്ള യൂസസ് എന്താണെന്ന് അത് സർജന് ഭയങ്കര മാഗ്നിഫൈഡ് ആയിട്ട്, ഒരു 10 times മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു 3 dimensionൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ഇൻഅക്സസിബിൾ ഏരിയാസിൽ ഈ ക്യാമറ കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രിസൈസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് ചെറിയ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ആ നെർവ്സും ബ്ലഡ് വെസൽസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫങ്ഷണൽ ഔട്ട്കം നല്ലതായിട്ട് കൊടുക്കാൻ പറ്റും. അതേ സമയത്തിൽ ക്യാൻസർ ടിഷ്യൂ ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അതാണ് ഈ റോബോട്ടിക് സർജറിയിലുള്ള ഏറ്റവും പ്രധാനം. അതേപോലെ അതിന്റെ മൂവ്മെന്റ്സ് ഒരു 540 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഏത് ലെവലിലും എങ്ങനെയും നമ്മുടെ നോർമലായിട്ട് കൈകൊണ്ട് പോകുന്നതിനെക്കാട്ടിലും ഇത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ റോബോട്ടിക് സർജറിയിലുള്ള ഏറ്റവും യൂസ്. യൂറോളജിയിലെ ഏറ്റവും നമുക്ക് ഈ റോബോട്ടിക് സർജറിയുടെ മാക്സിമം യൂസ് കിട്ടുന്നത് കിഡ്നിയിലുള്ള പാർട്ടിലായിരുന്നു ക്യാൻസർ വരുന്നത്. സോ കിഡ്നിയെ മൊത്തം റിമൂവ് ചെയ്യാതെ കിഡ്നിയിലുള്ള പാർട്ട് മാത്രം, ക്യാൻസറസ് പാർട്ട് മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ തിരിച്ച് റീസൂച്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പേഷ്യന്റിന് കിഡ്നിയെ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് ഓപ്പണോ ലാപ്പക്കാട്ടിലും റോബോട്ടിക് സർജറിയിലാണ്. പിന്നെ അടുത്ത ഒരു മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ആണ്. ആ പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ വരുവാണെങ്കിൽ ആ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫുൾ രക്തനാളങ്ങളും പിന്നെ നമ്മുടെ നെർവ്സും ഇരിക്കും, എറക്ഷന്റെ നെർവ്സും ഇരിക്കും. സോ അത് സെപ്പറേറ്റ് ചെയ്ത് ആ ബ്ലഡ് വെസലെയും ബ്ലീഡിങ് കൺട്രോൾ ആക്കി ആ ക്യാൻസറസ് ടിഷ്യൂ എടുക്കാൻ പറ്റും. പിന്നെ അനസ്റ്റമോസിസ് ചെയ്യണം. ആ പ്രോസ്റ്റേറ്റ് എടുത്തിട്ട് പിന്നെ ബ്ലാഡറെയും യൂറിത്രാവിനെ അനസ്റ്റമോസിസ് ചെയ്യണം. അതുകൊണ്ട് യൂറിൻ ലീക്ക് ഉണ്ടാവും. സോ ഓപ്പൺ സർജറിയും ലാപ്രോസ്കോപ്പിയും കാട്ടിലും ഈ റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ ആ യൂറിൻ ലീക്കിയുടെ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കും. അതേപോലെ ക്യാൻസറേയും ദേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഇതാണ് യൂറോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് പറയുന്നത് കീ ഹോൾ സർജറിയാണ്. ആക്ച്വലി കീ ഹോൾ സർജറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അകത്ത് പോയി ചെയ്യുന്നത്. അത് ഒരു സർജനും ഒരു അസിസ്റ്റന്റ് ഇരുന്ന് ചെയ്യേണ്ടത്. അതേ ഇതിൽ ഒരു 8 mm അങ്ങനെ പറഞ്ഞാൽ ഒരു പെന്നിന്റെ സൈസിൽ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് അതിനകത്ത് പോയിട്ട് ഇതും കീ ഹോൾ ആണ്. ബട്ട് ഇത് കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് എല്ലാം മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ റേഞ്ച് ഓഫ് മോഷൻസ്, ഈ ലാപ്രോസ്കോപ്പിയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് സൂച്ചറിങ് ആണ്. സൂച്ചറിങ് ചെയ്യുന്നതും പിന്നെ ഇതുപോലെ ഡീപ്പ് പെൽവിസിലൊക്കെ പോകുമ്പോൾ, പെൽവിസ് എന്ന് പറഞ്ഞാൽ ബോണി പ്രോമിനൻസിന്റെ അകത്ത് പോയി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഇത് ആവുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തിലും പോയിട്ട് ചെറിയ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് മൈന്യൂട്ടായിട്ട് സൂച്ചർ ചെയ്യുമ്പോൾ ആ ഫങ്ഷണൽ ഔട്ട്കം കൊടുക്കാൻ പറ്റും. പിന്നെ റോബോട്ടിക് സർജറിയിലുള്ള ഏറ്റവും ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ ഇൻസിഷൻ. അതുകൊണ്ട് പേഷ്യന്റ് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം, ഫാസ്റ്റർ റിക്കവറി ആയിരിക്കും. പിന്നെ അവർ ബൈക്കിൽ വന്നിട്ട് തിരിച്ച് ബൈക്കിൽ തന്നെ പോവാം. അത്ര പെട്ടെന്ന് നമുക്ക് പേഷ്യന്റ് റിക്കവറി ഉണ്ടാവും. പേഷ്യന്റ് സർജറി കഴിഞ്ഞ 6 മണിക്കൂറിൽ പേഷ്യന്റ് ഞങ്ങൾ നടത്തിക്കും. പേഷ്യന്റ് നടന്ന് എല്ലാം ചെയ്യാൻ പറ്റും. അത്ര പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും. ബിക്കോസ് ചെറിയ ഇൻസിഷൻ ആണ്. പിന്നെ ഉള്ളത് എല്ലാ സർജറി റോബോട്ടിക് സർജറിയിലാണോ ചെയ്യാൻ പോകുന്നത്? നോ, only if it is indicated, especially in cancer prostate and small renal tumors, പിന്നെ bladder tumors, പിന്നെ renal transplant in the future. ഇത് എല്ലാത്തിലും നമുക്ക് റോബോട്ടിക് സർജറി വെച്ച് ചെയ്യാൻ പറ്റും. Not all surgeries needed robotic surgery, but maximum surgeries can be utilized with robot so that it will give a better care to the patient.